ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒലീവിയയുടെ വിഷയം തന്നെയാണ്. ഒലീവിയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെതിരെ ഉണ്ടായ എല്ലാ വിമർശനങ്ങളും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം ഒലീവിയക്കാര് ഏകദേശം പൂട്ടിപ്പോയ അവസ്ഥയിൽ എത്തിയിട്ടുമുണ്ട്. ഇപ്പം വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് അച്ചുമേടം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം തന്നെയാണ്. അപ്പം ഒലീവിയനെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് ആര്? അതാണ് എൻ്റെ ചോദ്യം. എല്ലാവരും ഒലീവിക്കെതിരെ വീഡിയോ ചെയ്തപ്പോഴും എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാനടക്കം ഒലീവിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒലീവിക്കെതിരെ സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്കെതിരെയല്ല, അതായത് അച്ചുമേടത്തിനോ ഈ പേഴ്സണലായിട്ട്, അതായത് പേഴ്സണൽ റിവഞ്ച് പോലെ സംസാരിച്ച കാര്യങ്ങളല്ല ഇത്. ഈ സ്ഥാപനത്തിന്റെ മുതലാളി, ഒലീവിയ ഡിസൈൻസിന്റെ മുതലാളിയായ അച്ചുമേടത്തിനോടും നമ്മുടെ ഷിബി സാറിനോടും മാത്രമാണ് നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ബലമായ ഒരു വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒലീവിയ പൂട്ടിപ്പോണം എന്ന് ആഗ്രഹിച്ചിട്ട് വീഡിയോകൾ ചെയ്ത ആൾക്കാർ കുറവായിരിക്കും, അല്ലേ? എൻ്റെ ഒരു വിശ്വാസമാണത്. കാരണം ബാക്കി എല്ലാവരും ശ്രമിച്ചത് ആ കുട്ടികൾക്ക്, അതായത് ഇവര് മുഖേന ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞ കുട്ടികൾ, പെൺകുട്ടികൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീതി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ശരിയായ കാര്യമാണ്. പക്ഷെ നീതി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചവർ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചവരെല്ലാവരും, ഇപ്പം അതുൽ വ്ലോഗ്സ് ആയിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. നീതി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ വീഡിയോ ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ട് ഈ നീതി വേണമെന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ പിന്നെ മുന്നോട്ട് വന്നിട്ടില്ല. പ്രസ് കോൺഫറൻസ് നടത്തും എന്നിട്ട് ഒരു സൈഡിൽ വേറൊരു ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടത്തിയോ ആവോ, നല്ലതാണ്, നടത്തട്ടെ. അതുപോലെ ഒരു സൈഡിൽ കുറെ കുട്ടികൾ വേറെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഒലീവിയ പൂട്ടിപ്പോവാനുള്ള റീസൺ, അല്ലെങ്കിൽ പൂട്ടിപ്പോവാൻ ആഗ്രഹിച്ചത് ആരാണ്? എല്ലാവർക്കും വേണ്ടത് ആ പെൺകുട്ടികൾക്ക് നീതിയാണ്. കിട്ടാത്ത സാലറി, പിടിച്ചു വെച്ച ഫോൺ, ഇതൊക്കെയാണ് അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിച്ചതും അവർ വേണ്ട നീതി എന്ന് പറഞ്ഞതും. അതാണ് കിട്ടിയോ? എന്നിട്ട് ഇല്ല. പകരം ഒലീവിയ ഡിസൈൻസ് തകർന്നു. അപ്പം ഇതിന്റെ പിന്നിൽ ഞാനിപ്പം ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. VRS എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവരുടെ 2-3 വീഡിയോസും ഞാൻ കണ്ടു. അവർക്കൊക്കെ ഒരു എന്താ പറയാ, അവരുടെ സംസാരത്തിൽ എനിക്ക് കണ്ട ധ്വനി എന്ന് പറയുന്നത് അഹങ്കാരവും വളരെയധികം ഞാനെന്ന ഭാവവും എന്നൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നതാണ്. പിന്നെ ഒലീവിയ ഡിസൈൻസ്, ഞാൻ ആസ് എ ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കാം. ഇപ്പൊ ഞാൻ ഒരു ഒലീവിയനെ പോലെ തന്നെ ഒരു ബിസിനസ് ഞാൻ നടത്തുന്ന ഒരാളാണ്. ഡ്രസ് കമ്പനി നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. ഹോൾസെയിൽ ഷോപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെ കരുതാ. ഒലീവിയനെ പോലെ തന്നെ ഞാൻ കൊടുക്കുന്ന വസ്ത്രങ്ങൾക്ക് ഏകദേശം ഒരു 899 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ വസ്ത്രങ്ങളാണ് കരുതുക. ഒലീവിയ എന്റെ തൊട്ടടുത്ത് ഇതേ സാധനങ്ങൾ ചിലപ്പോൾ 499 രൂപ അല്ലെങ്കിൽ 399 രൂപ എന്ന് വിൽക്കുമ്പോൾ അത് എനിക്ക് അടിയാണ്, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് അടിയാണ്. അപ്പം ഞാൻ എന്ന ആളെന്താ ചിന്തിക്കാം, ഒലീവിയനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ, അപ്പം അവരെ പൂട്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചേക്കാം. ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ എന്റെ ബിസിനസ് നടക്കുന്നില്ല അവർ, കാരണം അവർ അത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നു, എനിക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ചാൽ എനിക്ക് നഷ്ടമായിരുന്നു, പക്ഷെ അവർക്ക് ആ നഷ്ടം സഹിച്ചും അവരത് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താ ഞാൻ പറയുന്ന പോലെ, നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ പോലെ അവരത് നോക്കുന്നുണ്ട്. ഒലീവിയക്കാർ അത് ഡീസന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് എനിക്കത് പൂട്ടാൻ ആഗ്രഹിച്ചു? ഇതുപോലൊരു വ്യക്തി പൂട്ടാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ, ഇപ്പം VRSനെയാണ് എല്ലാവരും എടുത്ത് പറയുന്നത്. ഞാൻ ചോദിക്കാം, VRS എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആൾക്കാരാണ് ഒലീവിയ പൂട്ടാൻ ശ്രമിച്ചതെങ്കിൽ, ഒലീവിയ പൂട്ടിക്കാൻ ശ്രമിച്ചതെങ്കിൽ, ഒലീവിയ ഒലീവിയ പൂട്ടിയിട്ടില്ല. ഇനി പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ അബദ്ധമാണ്. അവര് മുഖേന ഏറ്റെടുത്ത് ഒലീവിയനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നടന്നതെങ്കിൽ അത് വളരെ മോശമാണ്, വളരെ തെറ്റായ രീതിയാണ്. കാരണം സ്റ്റാഫിനോട് പെരുമാറിയതിന് മാത്രമാണ് നമ്മൾ ഒലീവിയെ ക്രൂശിച്ചതും ഒലീവിയക്കെതിരെ വീഡിയോകൾ ചെയ്തതും. എല്ലാവരും ഒലീവിയ പൂടണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ പോലെ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്? ഒലീവിയ പൂട്ടിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, സത്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ആ കുട്ടികൾക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒലീവിയ ഡിസൈൻസിന്റെ അച്ചുമേടത്തിന്റെയും ഷിബി സാറിന്റെയും പേഴ്സണൽ ലൈഫിനെ പറ്റി വീഡിയോയിൽ ഒരുപാട് പേര് പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞത് ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഷെഫീന ബീവിയാണ് പേഴ്സണൽ കാര്യങ്ങൾ വളരെയധികം മേച്ചമായ രീതിയിൽ അവതരിപ്പിച്ചു പോയത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പൊളിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞു വരുമ്പോൾ ഒരുപാട് കള്ളങ്ങളാണ് ബിഹൈൻഡ്, അതായത് ഒലീവിയക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പൊ പറയും നിങ്ങൾ ഒലീവിയനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. ഒലീവിയനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റാഫിന് നേരെ അവർക്ക് എന്താണോ കംപ്ലൈന്റ് വന്നത് ആ കംപ്ലൈന്റ് അവർ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ പരസ്യമായിട്ട് വന്നു ആ സ്റ്റാഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചെയ്ത കാര്യങ്ങൾ അവർ ക്ലിയർ ആക്കിയിട്ടാണ് അവരിപ്പോൾ പോകുന്നത്. അവരത് ക്ലിയർ ആക്കി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ എന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കാം. ഇനി ക്ലിയർ ആക്കിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ക്ലിയർ ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ അവർ പറഞ്ഞതുപോലെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശരിയാണ്. പക്ഷേ ആ ശരിയല്ല ഇന്ന് നടക്കുന്നത്. ആ ശരിയേക്കാളും പിറകിൽ നടക്കുന്നത് ഒലീവിയ ഡിസൈൻസ് പൂട്ടിപ്പോണമെന്ന് ആഗ്രഹിച്ച് കുറെ പേര് ഇതിന് മുന്നേ നടക്കുന്നുണ്ട്. അതെന്തിന്? ഒലീവിയ തകർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ഡെവലപ്പ് ആവും എന്ന് കരുതിയിട്ടാണെങ്കിൽ അത് തെറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒലീവിയേക്കാളും നല്ല ബിസിനസ് പിടിക്കണം. എങ്ങനെ? അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല റേറ്റ് കുറച്ച് നിങ്ങൾ കൊടുക്കണം. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല? എന്തുകൊണ്ടത് പറ്റുന്നില്ല? ഒരാളെ തകർച്ചയിലല്ല നിങ്ങൾ ആഘോഷം കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാൾ തകരുമ്പോഴല്ല നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ബിസിനസ് വളർത്തേണ്ടത്. മനസ്സിലായില്ലേ? എല്ലാവരും ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറയുന്നത് അതൊരു ഈസി തിങ് അല്ല. മേഖലയിൽ ഒരു ബിസിനസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെയധികം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങളുടെ സ്ഥാപനം പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒലീവിയക്കാർ കാരണമെങ്കിൽ പകരം അവരെ പൂട്ടിക്കണം എന്നുള്ള ആഗ്രഹമല്ല. നിങ്ങൾ അവരെക്കാളും നല്ല മികച്ച കച്ചവടം ചെയ്തിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് സ്ട്രാറ്റജി. അല്ലാതെ ഇതുപോലെ കുറെ ആൾക്കാരെ കുത്തിപ്പൊക്കിയിട്ട് ഒലീവിയക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒലീവിയ പൂട്ടിപ്പോകും. പിന്നെ ഒലീവിയക്കാർ ചെയ്ത തെറ്റുകൾ തെറ്റ് തന്നെയാണ്, ഒരിക്കലും. പിന്നെ ഒരുപാട് വ്ളോഗേഴ്സിന്റെ ചാനൽ അവർ പൂട്ടിച്ചിട്ടുണ്ട്. അത് വളരെയധികം മോശപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് ചെയ്തില്ല എന്ന് പറയാനുള്ള മനസ്സ് അവർ കാണിക്കും. നിങ്ങളൊരു വൈരാഗ്യം കൂടി പേഴ്സണൽ വൈരാഗ്യം എല്ലാവരും കൊണ്ടും ഉണ്ടാക്കിയെടുത്ത്. കാരണം ഒരു ചാനൽ ഉണ്ടാക്കി കൊണ്ടുപോവുക, അത് അത്രയും റീച്ച് എത്തിക്കുക എന്ന് പറയുന്നത് അതും ഈസി അല്ല. നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരും അത് ചെയ്യുന്നത്. സംസാരിക്കുക എന്ന് പറയുന്നത് നോട്ട് ഈസി തിങ്. നിങ്ങൾ ഒരു മണിക്കൂർ ഒരു വീഡിയോയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നതിന്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും ഒരു വീഡിയോ ചെയ്ത് ഇടുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് നിങ്ങളെ ഭാഗത്തുള്ള തെറ്റാണ്. നിങ്ങൾ സ്റ്റാഫിനടുത്ത് കാണിച്ചത് തെറ്റാണ്. അതിനാണ് നിങ്ങൾ അനുഭവിച്ചത്. പക്ഷെ അതിന്റെ ബിഹൈൻഡിൽ നിങ്ങളെ പൂട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ പോരാടണം. അത് പുറത്തു കൊണ്ടുവരണം. ആരാണ് ഇതിന്റെ ബിഹൈൻഡ്? കാരണം പത്തനംതിട്ട ഉള്ള ആൾക്കാർ എറണാകുളത്ത് ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അതിലെ പാസ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഞാൻ അതൊരു യൂട്യൂബ് ചാനലിലാണ് കണ്ടത്. പുള്ളിക്കാരന്റെ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണം സൈഡ് കൊടുക്കാം. പോയിട്ട് വീഡിയോ എടുത്ത് നമ്മുടെ അച്ഛൻ മാഡം ദുഃഖാർത്ഥയായിട്ട് വെളിയിൽ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയത്. അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ കക്കൂട് കഴിഞ്ഞ് വളച്ചോട് ഇരിക്കുന്നപ്പോഴത്തെ നമുക്ക് അവൻ പറഞ്ഞ പൊക്കി അങ്ങനെ അഥവാ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മോശമാകുകൊണ്ട് അങ്ങനെ എടുക്കണം. നീ ഫോൺ വിളിക്കുന്നത് പോലെ തടി കൂടെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അടൂരത്തെ ഇവന്റെ വാലാട്ടിപ്പട്ടികളെല്ലാം ഇന്നലെ ട്രാൻസ്ഫർ ആയി. എസ് പിയും ഡിവൈഎസ്പിയും എല്ലാം ട്രാൻസ്ഫർ ആയി. നിങ്ങളൊന്ന് കണ്ടു. അപ്പം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ. പത്തനംതിട്ട പോകുന്ന ഒരാള്, ഇത് പൊതുസ്ഥലവും അല്ല മ്യൂസിയം ഒന്നുമല്ലല്ലോ, പോകുന്ന വഴിക്കൊന്ന് കയറി കാണാന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ആളുള്ള ആൾക്കാർ ഇതിലേ പോകുമ്പോൾ ഒന്ന് നോക്കി കാണാൻ വേണ്ടി എല്ലാ പ്രാവശ്യവും ഞാൻ ഇതിലേ പോകുമ്പോൾ ഇത് നോക്കാറുണ്ട്. എന്തിനാ? അവരെ വളർച്ച കാണാനാണോ അത് അവര് മുടിഞ്ഞു പോകുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണോ? എന്തായാലും ആര് എന്ത് ഇതിന്റെ ബാക്കിൽ കളിച്ചാണെങ്കിലും അത് വളരെ തെറ്റാണ്. അത് പുറത്തു വരുന്ന നിമിഷം ഈ ഒലീവിയ ഡിസൈൻസ് എതിരെ സംസാരിച്ചിട്ട് മൊത്തം ഒരിക്കൽ നിങ്ങൾക്കെതിരെ സംസാരിക്കും. അന്ന് നിങ്ങളുടെ വാ അടയും.